ഹായ് ആൾ. ഇപ്പം നമ്മുടെ ലിനക്സ് ഓപ്പറേറ്റിംഗ് ലിനക്സിൻ്റെ പേപ്പർ ഫസ്റ്റ് മോഡ്യൂളിൽ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്താണ് ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നും അതുപോലെ തന്നെ ഒരു ലിനക്സ് OSും അതുപോലെ തന്നെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. ലിനക്സിൻ്റെ മെയിൻ ഹിസ്റ്ററി പറഞ്ഞു. ലിനക്സ് വന്ന ആ ഒരു 1960 to 1990s വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ള, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ പാർട്ട് 1 കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ട് 1 ഒന്നുകൂടി നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലിടാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടാൽ മതി. ഓക്കെ. പിന്നെ എല്ലാ ക്ലാസ്സും നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പം അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറക്കരുത്. ആ ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ടോപ്പിക്സ് വിച്ച് ആർ കവറിങ് ടുഡേ ആർ: ഒന്നാമത്തത്, ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അഡ്വാൻറ്റേജസ് പറയുന്ന പോലെ അതിന് എന്തുണ്ടാവും, ഡിഫറെൻറ്റ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്, പിന്നെ എന്താണ് ഒരു ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ, പിന്നെ എന്താണ് ഒരു മൾട്ടി യൂസർ എന്ന് പറഞ്ഞാൽ, ഓക്കെ, അതാണ് മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ നാലാമതായിട്ട് നമ്മുടെ ലിനക്സ് OSൻ്റെ കമ്പോണൻസ് ഓഫ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത്രയും 4 ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്: ഡിസഡ്വാൻറ്റേജസും, ഓപ്പൺ സോഴ്സ്, മൾട്ടി യൂസർ ആൻഡ് കമ്പോണൻസ് ഓഫ് ലിനക്സ്. അപ്പോൾ നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ, the disadvantages of Linux operating system. ഓക്കെ. നമ്മൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കോളേജിൽ ആണെങ്കിലും സ്കൂൾസിലാണെങ്കിലും അല്ല നമ്മളിപ്പം വീട്ടിലാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ലിനക്സ് ആണോ? അല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം ലിനക്സ് എന്ന് പറയുന്നത് വിൻഡോസിൻ്റെ അത്ര മാർക്കറ്റിൽ അത്ര ഡോമിനേറ്റ് ഇത് നിൽക്കാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലിനക്സിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ലിനക്സ് ഓപ്പൺ സോഴ്സ് ആണ്, മൾട്ടി യൂസർ ആണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇന്നും വിൻഡോസാണ് ഇപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതായത് ഈ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ പറയുന്നത് ഒരു 2000കളിലൊക്കെയാണ്, അതായത് 2090s ആ ഒരു ടൈമിലുള്ള കാര്യമാണ് ഡിസഡ്വാൻറ്റേജസ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ശരിക്കും നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ കുറേ നമ്മളിപ്പം ഓഫീസുകളിലും കുറേ ഗവൺമെൻറ്റിൻ്റെ കുറേ എന്താ പറയുക, അവരുടെ കാര്യത്തിലൊക്കെ നമ്മളിപ്പോൾ കൂടുതലും ലിനക്സ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഉബുണ്ടു ഒക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്, കാരണം അത്രയും അത് സെക്യൂർ ആയതുകൊണ്ട്. ഓക്കെ. പിന്നെ ഫസ്റ്റ്, ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ആപ്ലിക്കേഷൻ ടു സപ്പോർട്ട് യുവർ നീഡ്സ്. അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ യൂസേഴ്സിന് നീഡായിട്ടുള്ള ഇപ്പോൾ ഗെയിംസിനാണെങ്കിലും മൂവീസിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പേഴ്സണൽ ചാറ്റ്സ് അങ്ങനെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൻഡോസിൽ നമുക്ക് പെട്ടെന്ന് ഫ്രീ മീൻസ് അങ്ങനെയല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ വിൻഡോസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. വി കൻ നോട്ട് ഇൻസ്റ്റാൾ ദ ആപ്ലിക്കേഷൻസ് ആസ് ദ യൂസർ നീഡ്സ്. യൂസേഴ്സിന് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഫ്രീ ആയിട്ട് നമുക്ക് ഡിഫിക്കൽട്ടാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത്. കുറേ ആപ്ലിക്കേഷൻസ് ഒന്നും ലിനക്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല, അതാണ്. ഇനി വൺ മെയിൻ ഇഷ്യൂ വിത്ത് ലിനക്സ് ഈസ് ഡ്രൈവേഴ്സ് ആണ്. അതായത് നമ്മൾ ഏത് ഹാർഡ്വെയർ ഏത് കമ്പോണൻറ്റ് നമ്മൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഡ്രൈവേഴ്സ് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ആപ്ലിക്കേഷൻസ് ടു സപ്പോർട്ട് യുവർ നീഡ്സ്. അതായത് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസൊക്കെ അവൈലബിലിറ്റി കുറവാണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള. രണ്ടാമത്തെ വെച്ചാൽ ഏത് ഹാർഡ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിലും ഡ്രൈവേഴ്സ് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി മൂന്നാമത്തെ പറയുന്നത് ഇറ്റ് സപ്പോർട്ട് ഫോർ ഓപ്പൺ സോഴ്സ് ആൻഡ് it is one of the main issue. While there are plenty of Windows support people, Linux is not support out of the box. അതായത് ഓപ്പൺ സോഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ വിൻഡോസ് യൂസ് ചെയ്യുന്ന അത്ര യൂസ് ചെയ്യുന്നിട്ടില്ല, ലിനക്സ് യൂസ് ചെയ്യുന്നിട്ടില്ല. ഓക്കെ.
അപ്പം ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അപ്പോൾ മെയിനായിട്ടൊരു 3 പോയിൻറ്റ്സ് നിങ്ങൾ നോക്കിയാൽ മതി. ഡിസഡ്വാൻറ്റേജസ്, നമ്മൾ ഏതൊരു കാര്യം എഴുതാണെങ്കിലും അഡ്വാൻറ്റേജസിനേക്കാൾ കൂടുതൽ ഡിസഡ്വാൻറ്റേജസ് എഴുതാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നിങ്ങൾ 3 പോയിന്റ് നോക്കിയാൽ മതി. ഇപ്പോഴും മാർക്കറ്റ് പ്ലേസിൽ വിൻഡോസിനാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടാണ്. പിന്നെ ഏത് ഹാർഡ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും അവിടെ എന്ത് വേണം? നമുക്ക് ഡ്രൈവേഴ്സിൻ്റെ സപ്പോർട്ട് വേണം. ഓക്കെ, ഇത്രയാണ് 3 ഡിസഡ്വാൻറ്റേജസ്. ഇനി വാട്ട് ഈസ് എ മൾട്ടി യൂസർ സിസ്റ്റം? ഓക്കെ, മൾട്ടി യൂസർ സിസ്റ്റം എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉണ്ട്, മൾട്ടി യൂസർ സിസ്റ്റം. ഓക്കെ, 1 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, 1 OS വിത്ത് മെനി യൂസേഴ്സ് അല്ലേ? മൾട്ടി, അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറ്റ് ഈസ് ആക്സസ്ഡ് ബൈ ഡിഫറെൻറ്റ് യൂസേഴ്സ്, അതിനാണ് നമ്മൾ മൾട്ടി യൂസർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിച്ച് അലൗസ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ടു ആക്സസ് ദ സിംഗിൾ സിസ്റ്റം വിത്ത് 1 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺ ഇറ്റ്. ഇറ്റ് ഈസ് ജനറലി യൂസ് ടു ലാർജ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. അതായത് മൾട്ടി യൂസർ സിസ്റ്റം എന്ന് പറയുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്, ഒരു അഡീഷണൽ ഫീച്ചറാണ് മൾട്ടി യൂസർ സിസ്റ്റം എന്ന് പറയുന്നത്. മൾട്ടി യൂസർ മീൻസ് 1 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആക്സസ്ഡ് ബൈ ഡിഫറെൻറ്റ് യൂസേഴ്സ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡിഫറെൻറ്റ് മൾട്ടി യൂസേഴ്സ് ഒരു മെയിൻ ഫ്രെയിം സിസ്റ്റത്തിന് ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ വലിയ സിസ്റ്റത്തിലൊക്കെയാണിത് പോസിബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡിഫറെൻറ്റ് യൂസേഴ്സിന് മിക്സറിൽ കാണുന്ന പോലെ ഇപ്പോൾ യൂസർ 1, യൂസർ 2, യൂസർ 3, യൂസർ 4 ഒക്കെ ഈ ഒരു യൂസർ പെന്നാണ് വിചാരിച്ചത്. അപ്പോൾ യൂസർ 1, 2, 3 ഇത്രയും യൂസേഴ്സിന് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് നെറ്റ്വർക്ക്സിൻ്റെ കണക്ഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടി യൂസർ സിസ്റ്റം ആക്സസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് ലിനക്സ്, യുണിക്സ്, വിൻഡോസ് 2000, ഉബുണ്ടു, മാക് OS. ഓക്കെ, മൾട്ടി യൂസർ മീൻസ് നത്തിങ് ബട്ട് several users are accessed a same operating system at a time, and the examples are Linux, Unix, Windows, etc. These access method is done with the help of network. Okay, next the features of multi-user operating system. While we are using the multi-user operating system, it should have some additional features too. ഏതൊക്കെയാണത്? വൺ ഈസ് മൾട്ടി ടാസ്കിങ്. ഇത് സെയിം ടൈമിൽ തന്നെ ഡിഫറെൻറ്റ് യൂസേഴ്സിന് ഡിഫറെൻറ്റ് ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതർ റിസോഴ്സ് ഷെയറിങ്. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിഫറെൻറ്റ് സിസ്റ്റത്തിൽ, അതായത് ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് യൂസേഴ്സ് ആക്സസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്? അതിൻ്റെ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്താ റിസോഴ്സ് ഷെയറിംഗ് എന്ന് പഠിച്ചിട്ടുണ്ടാവും 4th സെമ്മിൽ. റിസോഴ്സ് ഷെയറിംഗ് മീൻസ് ഒരു സെയിം കമ്പ്യൂട്ടറിലുള്ള, കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഡിവൈസസ് ഉണ്ടാവും? അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ടാവും, അതുപോലെ CPU ഉണ്ടാവും, മെമ്മറി ഉണ്ടാവും. അപ്പം അതുപോലുള്ള പെരിഫറൽ ഡിവൈസസും മെമ്മറിയും ഒക്കെ ബാക്കിയുള്ള യൂസേഴ്സിനും കൂടി ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനാണ് റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിങ്. ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിങ് മീൻസ് നമുക്ക് ഒരു യൂസർ ഇപ്പം എന്തെങ്കിലും ഇപ്പം ഒരു പ്രോസസ്സ് ചെയ്യുന്നത്, അതായത് നമ്മളെ വേർഡിൽ എന്തെങ്കിലും ഒരു സാധനം ടൈപ്പ് ചെയ്യാണ്, അതേ സമയത്ത് നമുക്ക് പാട്ട് കേൾക്കണം എന്ന് തോന്നുന്നു വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതിനാണ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് മൾട്ടി യൂസർ സിസ്റ്റംസ് ആർ മൾട്ടി ടാസ്കിങ്, റിസോഴ്സ് ഷെയറിംഗ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിംഗ്. ഇനി വൺ ഓഫ് ദ ടൈപ്സ് ഓഫ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം, ടൈം സ്ലൈസ്ഡ് സിസ്റ്റം ആൻഡ് മൾട്ടി പ്രോസസ് സിസ്റ്റം. ഇതൊക്കെ ജസ്റ്റ് എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി 4th സെമ്മിൽ പഠിച്ചതാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്താ, ടൈം സ്ലൈസ്ഡ് എന്താ, മൾട്ടി പ്രോസസ് സിസ്റ്റം എന്താണെന്നൊക്കെ അല്ലേ. അപ്പോൾ ജസ്റ്റ് ഇത് ഞാൻ ഡെഫിനിഷനായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എന്താണ് മൾട്ടി യൂസർ സിസ്റ്റം. അപ്പോൾ മൾട്ടി യൂസർ സിസ്റ്റത്തിൻ്റെ എന്താണെന്ന് എഴുതുക, ഒരു ഡെഫിനിഷനും ഒരു പിക്ചറും വരയ്ക്കുക, ഫീച്ചേഴ്സായിട്ട് ഈ 3 എഴുതുക. പിന്നെ അതിൽ വരുന്ന ടൈപ്സ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതണമെന്നില്ല. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഉണ്ട്, ടൈം സ്ലൈസ്ഡ് ഉണ്ട്, മൾട്ടി പ്രോസസ്സർ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇത്രയും നോക്കിയാൽ മതി. ഇനി ഒരു സിംഗിൾ യൂസർ ആൻഡ് മൾട്ടി യൂസർ സിസ്റ്റത്തിൻ്റെ ഡിഫറൻസ് പറയുന്നുണ്ട്. സിംഗിൾ യൂസർ ആകുമ്പം എല്ലാം സിസ്റ്റത്തിലുള്ള എന്താ പറയുക ഡിവൈസസും അതുപോലെ ഈ പറഞ്ഞ മെമ്മറിയും CPU ഒക്കെ ഒറ്റൊരു യൂസറിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മൾട്ടി യൂസറിനാണെങ്കിൽ സെയിം സാധനം തന്നെ, അതായത് സെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മൾട്ടിപ്പിൾ യൂസേഴ്സിന് മാനേജ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ റിസോഴ്സ് ഷെയറിങ് വരും. സിംഗിൾ യൂസർ ആകുമ്പം എന്താണ്, ഇറ്റ് ഈസ് സിമ്പിളാണ്, മറ്റേത് കുറച്ചുകൂടി കോംപ്ലെക്സ് ആണ്.
അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ്, അതായത് നിങ്ങൾ 4th സെമ്മിൽ പഠിച്ച സെയിം കാര്യം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് എന്താ നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ PPTയിൽ ഇട്ടുവെന്നേ ഉള്ളൂ. കാര്യം നിങ്ങൾ ഓൾറെഡി നോക്കിയതാണ് അല്ലേ. അപ്പം മൾട്ടി യൂസർ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതായത് ഒരു യൂസർ അറ്റ് എ ടൈമിൽ when one computer in the network get affected then it does not affect, അതായത് ഒരു ഡിഫറെൻറ്റ് യൂസേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അതായത് ഒരു സിസ്റ്റം തന്നെ ഡിഫറെൻറ്റ് സിസ്റ്റമായിട്ട് ഇൻ്റർകണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് ക്രാഷ് വന്നാലും ബാക്കി സിസ്റ്റത്തിന് അത് പ്രശ്നമില്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പറയുന്നുണ്ട്. മൾട്ടി യൂസർ സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. വേറെ ഡിഫറെൻറ്റ് യൂസർ ക്യാൻ ആക്സസ് ദ സെയിം ഡോക്യുമെൻറ്റ്, ഒരു സിസ്റ്റത്തിലുള്ള ഒരു ഡോക്യുമെൻറ്റിന് തന്നെ ഡിഫറെൻറ്റ് യൂസേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ നെറ്റ്വർക്കിനൊരു പ്രോബ്ലം വന്നാൽ ബാക്കിയുള്ളതിനെ അഫക്റ്റ് ചെയ്യില്ല. രണ്ടാമത്തേത് സെയിം ഡോക്യുമെൻ്റ് തന്നെ ഒരു സിസ്റ്റത്തിലുള്ള ബാക്കിയുള്ള യൂസേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ എയർ ടിക്കറ്റ് റിസർവേഷനൊക്കെയാണ് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, ഈ ഡിസഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടി യൂസർ സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത് ഡാറ്റ ഷെയറിംഗ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഡാറ്റ ഷെയറിങ് വരും. അപ്പോൾ ഡാറ്റ ഷെയറിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്താവില്ല, ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ വരുന്നില്ല. കാരണം പ്രൈവറ്റ് ഡാറ്റ ഷെയർ ചെയ്താൽ എന്ത് വരും, ഇറ്റ്സ് ആക്ച്വലി ഡേഞ്ചറസ് ആണ്. പിന്നെ വൈറസ് അറ്റാക്കിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ വൈറസ് അറ്റാക്കിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ബാക്കി സിസ്റ്റത്തിലേക്കും അറ്റാക്കിംഗ് എന്ന് പറയുന്നത് എന്താവും, എഫക്റ്റ് ചെയ്യും. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഷെയർ ചെയ്യാന്ന് പറയുന്നത്. എല്ലാ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് ഹാക്കിങ്ങിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അഡ്വാൻറ്റേജസ് അറിയാലോ, അഡ്വാൻറ്റേജ് ഓഫ് മൾട്ടി യൂസർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ, റിസോഴ്സ് ഷെയറിങ് അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ എയർലൈനിലൊക്കെയാണ് നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് സെയിം ഡോക്യുമെൻറ്റ് ഒരു സിസ്റ്റത്തിൽ ഉള്ള ഒരു ഡോക്യുമെൻറ്റിനെ ഡിഫറെൻ്റ് ആൾക്കാർക്ക് ഷെയർ ചെയ്യാം. അതുതന്നെ റിസോഴ്സ് ഷെയറിംഗ് ആണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞു, ഡാറ്റ ഇതുപോലെ ഷെയർ ചെയ്യുന്നതനുസരിച്ച് പ്രൈവറ്റ് ഡാറ്റ പോകുന്നത് ഒരു ഡേഞ്ചറസ് പ്രോബ്ലമാണ്. പിന്നെ വൈറസ് അറ്റാക്കിംഗ് ഉണ്ടായാൽ ബാക്കിയുള്ള മൾട്ടിപ്പിൾ സിസ്റ്റത്തിന് അറ്റാക്ക് സ്പ്രെഡ് ആവും. പിന്നെ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ അറ്റാക്കിങ്ങിനും പോസിബിളാണ്. ഇനി എന്താണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുക. വാട്ട് ഈസ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഓർ ഓപ്പൺ സോഴ്സ് സിസ്റ്റം. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ what is freely available. Okay, open source software is nothing but the source code is freely available. അപ്പം ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമുക്ക് ഒരു സോഴ്സ് കോഡ് എന്ന് പറയുന്നത്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത ആ കംപ്ലീറ്റ് കോഡിനാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സോഴ്സ് കോഡ് നമുക്ക് എന്ത് കിട്ടില്ല, അവൈലബിൾ അല്ല. എന്നാൽ ഓപ്പൺ സോഴ്സ് ലൈക്ക് ലിനക്സിനൊക്കെ ആണെങ്കിൽ എന്ത് കിട്ടും, ആ ഒരു സോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്. ഓക്കെ, ലിനക്സിൻ്റെ ഒക്കെ. ഇനി സോഴ്സ് കോഡ് ശരിക്കും നമുക്ക് അങ്ങനെ കിട്ടിയാൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഹ്യൂമൺ ആണ് റൈറ്റ് ചെയ്യുന്നത് അല്ലേ. ഹ്യൂമൺ പ്ലെയിൻ ടെക്സ്റ്റിൽ എഴുതുന്നതിനാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. എന്നാൽ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്ന ലാംഗ്വേജാണ്. അപ്പോൾ ഈ സോഴ്സ് കോഡ് നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ഈസിലി ആ ഒരു സോഴ്സ് കോഡിനെ സ്റ്റഡി ചെയ്യാനും മോഡിഫൈ ചെയ്യാനും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിനെ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അതാണ് ഓപ്പൺ സോഴ്സിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ സോഫ്റ്റ്വെയർ മീൻസ് പേയ്മെൻറ്റ് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഓപ്പൺ സോഴ്സിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ മീൻസ് ഫ്രീ ടു ദർ ഇസ് നോ money needed to buy the software. ഓക്കെ, ഇനി ഇപ്പോൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സോഴ്സ് കോഡ് നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്. നമുക്ക് അതിനെന്ത് പേയ്മെൻ്റ് ഒന്നും കൊടുക്കാണ്ട് നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്. ഹ്യൂമൻസ് പ്ലെയിൻ ടെക്സ്റ്റിൽ എഴുതുന്നതാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടിയാൽ ഈസിലി സ്റ്റഡി ചെയ്യാം, മോഡിഫൈ ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. പിന്നെ പറയുന്നത് എന്താ, അതിൽ യൂസേഴ്സിന് കുറേ ഫ്രീഡംസ് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഫ്രീ സോഫ്റ്റ്വെയറും ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ
ഓപ്പൺ സോഴ്സ് മീൻസ് സോഴ്സ് കോഡ് ഓപ്പൺ ആണ്. അത് ഓപ്പൺ ആവുകയെന്ന് വെച്ചാൽ ആർക്ക് നമുക്ക് ആക്സസ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഫ്രീ സോഫ്റ്റ്വെയർ മീൻസ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് റെസ്പെക്ട്സ് യൂസേഴ്സ് ഫ്രീഡം ആൻഡ് കമ്മ്യൂണിറ്റി. അതായത് ഫ്രീ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് യൂസേഴ്സിന് കുറേ ഫ്രീഡംസ് കൊടുക്കുന്നുണ്ട്. അതായത് എന്തൊക്കെ ചെയ്യാമെന്നുള്ള ഫ്രീഡം കൊടുക്കുന്നതിനാണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ഫ്രീ സോഫ്റ്റ്വെയർ നമ്മൾ ഡിഫറൻസ് മനസ്സിലായില്ല. ഓപ്പൺ സോഴ്സ് എന്ന് വെച്ചാൽ സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. സോഴ്സ് കോഡ് അവൈലബിൾ ആവുകയെന്ന് വെച്ചാൽ നമുക്കതിനെ പഠിക്കാം. അത് മീൻസ് വി ക്യാൻ സ്റ്റഡി, വി ക്യാൻ അനലൈസ് ആൻഡ് വി ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ ദ സോഴ്സ് കോഡ്. ദാറ്റ് ഈസ് ഫ്രീ ഓപ്പൺ സോഴ്സ്. വാട്ട് ഈസ് ഫ്രീ? ഫ്രീ മീൻസ് ദ സോഫ്റ്റ്വെയർ ദാറ്റ് റെസ്പെക്ട് യൂസേഴ്സ് ഫ്രീഡം. അതായത് ഫ്രീ മീൻസ് ഫ്രീഡത്തിൻ്റെ ഫസ്റ്റ് 4 ലെറ്ററാണ് ഫ്രീ മീൻസ്, ഫ്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഫ്രീഡംസ് ആണ് ഒരു യൂസറിന് കൊടുക്കുന്നതെന്ന് നോക്കാം. 4 എസെൻഷ്യൽ ഫ്രീഡംസ്. അത് ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എക്സാമിന് ചോദിക്കാറുണ്ട് എന്തൊക്കെ ഫ്രീഡമാണുള്ളത്. 4 ഫ്രീഡംസ് ആർ ദർ. 4 എസെൻഷ്യൽ ഫ്രീഡംസ് ഉണ്ട് എന്തിനും, ഫ്രീ സോഫ്റ്റ്വെയർസിന്. അതായത് ലിനക്സിൻ്റെ വാട്ട് ആർ ദ 4 ഫ്രീഡംസ് ഓഫ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. ദ ഫസ്റ്റ് വൺ ഈസ് ദ ഫ്രീഡം ഈസ് ടു റൺ ദ പ്രോഗ്രാം ഫോർ എനി പർപ്പസ്. നമുക്ക് ഏത് പർപ്പസിന് വേണമെങ്കിലും റൺ ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുക. യൂസേഴ്സിന് കൊടുക്കുന്നതിനാണ് നമ്മൾ ഫ്രീഡം 0 എന്ന് പറയുന്നത്. ഫ്രീഡം 0 ഈസ് ഫ്രീഡം ടു റൺ ദ പ്രോഗ്രാം ഫോർ എനി പർപ്പസ്. നെക്സ്റ്റ് ഫ്രീഡം 1 മീൻസ് ദ ഫ്രീഡം ടു സ്റ്റഡി ഹൗ ദ പ്രോഗ്രാം വർക്ക്സ് ആൻഡ് ചേഞ്ച് ചേഞ്ച് ഇഫ് ഇറ്റ് നീഡഡ്. ഓക്കെ, അതായത് ഈ ഒരു യൂസറിന് ആ ഒരു കോഡിനെ സ്റ്റഡി ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ തോന്നിയാൽ അതിന് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതിനാണ് എന്ത് പറയുന്നത്, ഫ്രീഡം 1 എന്ന് പറയുന്നത്. ദ ഫ്രീഡം 2 ഈസ് ടു റീഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ് സോ യു ക്യാൻ ഹെൽപ്പ് യുവർ നെയ്ബേഴ്സ്. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ലിനക്സിൻ്റെ, അതിന് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും കൂടി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അതിൻ്റെ കോപ്പി വേറെ ആർക്കും കൂടി കൊടുക്കാനുള്ള ഫ്രീഡമാണ് ഫ്രീഡം 2 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫ്രീഡം 3 ഈസ് ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ് ഓഫ് യുവർ മോഡിഫൈഡ് വേർഷൻ ടു അതേഴ്സ്. അതായത് നമ്മളെ കയ്യിലുള്ള സോഫ്റ്റ്വെയറിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഫ്രീഡം 2 എന്ന് പറയുന്നത്. ഫ്രീഡം 3 എന്ന് പറയുന്നത് നമ്മൾ ചേഞ്ചസ് വരുത്തിയതിനെ നമുക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതിനാണ് ഫ്രീഡം 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉള്ള 4 ഫ്രീഡംസ്. അപ്പോൾ 4 ഫ്രീഡംസ്, ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2 ആൻഡ് ഫ്രീഡം 3 മനസ്സിലായില്ലേ? അതായത് ഫ്രീഡം 0 എന്ന് പറയുന്നത് ഫ്രീഡം ടു റൺ ദ പ്രോഗ്രാം. ഫ്രീഡം 1 മീൻസ് സ്റ്റഡി ഹൗ ദ പ്രോഗ്രാം വർക്ക്സ് ആൻഡ് ചേഞ്ച് ഇറ്റ്. അതായത് നമുക്ക് എങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പ്രോഗ്രാം ഉള്ളത് എന്നുള്ളത് നമുക്ക് സ്റ്റഡി ചെയ്യാനും അതിൽ മോഡിഫിക്കേഷൻ വരുത്താനുള്ള ഫ്രീഡം. മൂന്നാമത് നമ്മുടെ കയ്യിലിപ്പോൾ കിട്ടിയതിനെ നമുക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാം, ഫ്രീഡം 2. ഫ്രീഡം 3 എന്ന് പറയുന്നത് ആ ഓൾറെഡി ഉള്ളതിൽ നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അതിൻ്റെ കോപ്പി കൊടുക്കാനുള്ള ഫ്രീഡം. അങ്ങനെ 4 എസെൻഷ്യൽ ഫ്രീഡംസ് ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കാണ്ട് പഠിക്കാം. ഓക്കെ, 4 ഫ്രീഡംസ് ക്ലിയർ ആയോ?